ഞാൻ കൊണ്ടുവന്ന് ആക്കണോ? വേണ്ട മോനെ. ആ ടാറ്റാ. നീ എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത? ഞാൻ കണ്ടില്ലല്ലോ. നീ കണ്ടില്ല. എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയോ? അപ്പനപ്പ ലാൻഡ് ഫോൺ വിളിച്ചിടായിരുന്നോ? ആരാ? ആ ചോദിച്ചേട്ടാ ഇല്ല അന്ന് വന്ന് ആ ചേട്ടനാ. ഇയാൾക്ക് ധന്യത്തിന്റെ കേടാ. തലക്കാച്ചി വല്ലതും ഉണ്ടോ? അയാളും അയാളുടെ ഒരു മോളും. അതോ ചരക്കിന് വേണേ ലോകത്തില്ലാത്ത ഡിമാൻഡുമാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ചരക്കിന് ഞാൻ എവിടെ പോയി തമ്മിൽ കൊടുക്കാനാ? വല്ല കക്കാവാരുന്നവനും കിട്ടും. ഈ ഗുണ്ടയായിട്ട് കിടക്കുമ്പോ ആലോചിക്കണം, മോക്ക് നല്ല ചരക്കിനെ കിട്ടിയാലെന്ന്. അയാൾ ഗുണ്ടയാണെങ്കിൽ അയാളുടെ കയ്യിരിക്കും. അതിനെക്കാട്ടും വലിയ ഗുണ്ടയാ ഞാൻ. അയാൾ മനസ്സിലാക്കുന്നില്ല. എപ്പോ വന്നു? ആദ്യത്തെ വിളിക്കാൻ വന്നു. അമ്മേ, അപ്പൊ അകത്ത് പറഞ്ഞെല്ലാം കേട്ട് കാണും. ചേട്ടന്റെ മോക്ക് പറ്റിയ നല്ലൊരു ചെറുക്കനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. സത്യം. ചേട്ടന്റെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിക്കുന്ന ഒരു ചെറുക്കനെ ഞാൻ കുഞ്ചിത്തണ്ണിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ കുഞ്ചിത്തണ്ണിന്ന് ചെറുക്കനാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഡോക്ടർമാരെ നോട്ടമുണ്ടോ? വേണ്ടെങ്കിൽ വേണ്ട, ഡോക്ടർ വേണ്ട. നല്ല ഒന്നാം തരം മർച്ചന്റ് നേവി ഓർമ്മ എടുക്കട്ടെ. സ്വന്തമായിട്ട് 3 കപ്പലുള്ളത് അവർക്ക്. അതെടുക്കാം അല്ലേ? ചേട്ടൻ്റെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിക്കുന്ന ചെറുക്കനാ. വലിക്കില്ല, കുടിക്കില്ല, ചേട്ടൻ പറയാതെ പിടുക്കത്ത് പോലുമില്ല. അങ്ങനെ ഒരു ഉഗ്രൻ ചെറുക്കനുമായിട്ട് ഞാൻ നാളെ രാവിലെ വീട്ടിൽ വരാം. അപ്പോൾ ധൈര്യമായിട്ട് ഞാൻ പൊക്കൂ. ചേട്ടൻ ചെറുക്കനുമായിട്ട് വന്നിരിക്കും. വന്നിരിക്കും. പൊക്കോ ചേട്ടാ, സത്യം. അപ്പോ നാളെ എപ്പോ വരുന്ന ബ്രോക്കർ പറഞ്ഞേ? അവര് കാലത്ത് തന്നെ വരും. ചെറുക്കൻ മർച്ചന്റ് നേവിയിലാ. പിന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ച് ചിപ്സും കുറച്ച് ലഡുവും കുറച്ച് കേക്കും ഒക്കെ വാങ്ങണം. ജോയേട്ടാ, അവളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കല്ലേ? ഇപ്പൊ അവളെ കെട്ടിച്ചു വിടണോ? കുറച്ച് കഴിയട്ടെ. എനിക്കിപ്പോൾ ആകെ എന്തോ ഒരു ടെൻഷൻ പോലെ. കാരണം എന്താന്ന് ചോദിച്ചാൽ പറയാനായിട്ടൊന്നും ഇല്ലതാണ്. അതിപ്പോ എന്തുവാ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വയസ്സായി, നിങ്ങൾ ഈ ഫീൽഡ് കിട്ടോ. അതല്ല, നമ്മുടെ ഈ ഫീൽഡിൽ എപ്പോഴാണ് എവിടെ നിന്നാ പണി പറഞ്ഞതെന്ന് പറയാൻ പറ്റില്ല. ആരുടെയെങ്കിലും പിച്ചാത്തി പിടിക്ക് തീരുന്നതിന് മുമ്പ് അനുവിനെ കെട്ടിച്ചു വിട്ടാൽ അത്രയ്ക്ക് സമാധാനമാവും എനിക്ക്. നീ കഴിച്ചേ, സമയം വൈകി. ആ സാധനങ്ങളും മേടിച്ച് വേഗം പോവാം. ശരി കേട്ടോ. ഇത് കൂടി എടുക്കണ്ട കേട്ടാ. ബില്ലെടുത്തു. അല്ല ജോയെ, വിശേഷം വല്ലതും ഉണ്ടോ വീട്ടില്? പതിവില്ലാതെ പലഹാരങ്ങളൊക്കെ വാങ്ങണേ. മോളെ കാണാനായിട്ട് ഒരു കൂട്ട് വരണ്ടേ. ബില്ലെത്രേ? 455. എൻ്റെ മൊബൈലും ചാർജറും തന്നെ. എന്താണ് സിനിമ ഞാനാ? അതൊരു 30 രൂപ. ഇത് വായിക്കാൻ കണ്ടൊരു പ്രായം. ഇങ്ങോട്ട്